അപ്പോൾ നോമ്പായിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തതാണ്. പഴംപൊരി ഉണ്ട്, അപ്പുറത്ത് ചട്ടിയിൽ പഴംപൊരി ചുടുന്നുണ്ട്, അപ്പുറത്ത് കവട ചുടുന്നു. അപ്പോൾ വറവ് റെഡി ആയിക്കുന്നു കേട്ടോ. ഇത് ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പത്തിരിപ്പണിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് പത്തിരി ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. കുറച്ച് പഴംപൊരി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, നടക്കുമോ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മുറ്റമൊന്നും അടിച്ചു വരിയിട്ടില്ല, പിന്നെ നാളെ അടിച്ചു ഒന്നരാടെ അടിച്ചു വിടുള്ളൂ കേട്ടോ. അതൊക്കെ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് കയറി നോക്കുക. അപ്പം മോളുറങ്ങിയിരിക്കുന്നത്. ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതൊക്കെ ചിക്കന് കഴുകാനുണ്ട്, കറി വെക്കാനുണ്ട്, ഒക്കെ പണിയാണ് കേട്ടോ. ഈ വെള്ളം ലാസ്റ്റ് ഇങ്ങനെ കഴുകുള്ളത്, പിന്നെ പൊതിരുകയും ചെയ്തോളും. മാത്രമല്ല ഈ വെള്ളം നമുക്ക് കുഴക്കുമ്പോൾ അങ്ങനെ കൈമാക്കാനൊക്കെ പറ്റൂലേ. ഞാൻ കുറച്ച് പൊടി പഴംപൊരിക്ക് ഉള്ള പഴമൊക്കെ ഇട്ടിട്ട് അവിടെ കൊടുന്ന് വെച്ച പാടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾ, മല്ലി, ഇതാ കുറച്ച് കുരുമുളക്, കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിക്കണം. ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു ഉള്ളി, ചെറിയ തക്കാളി, ചെറിയൊരു കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. കുക്കറൊന്ന് അടച്ചുകൊണ്ട് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ കുറച്ച് മൈദ എടുത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് കുഴച്ച് റെഡിയാക്കട്ടെ. അപ്പോൾ അതാക്കണ മാവ് ശരിക്കും കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചുട്ടെടുക്കുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. കുറച്ച് കൊക്കവട ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ്. അപ്പോൾ അതിക്ക് ഈ അരി ഫുള്ള് ഉള്ളി ഇടണമെന്നൊന്നുമില്ല കേട്ടോ. പലരും പല രീതിക്കാണല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. ഞാൻ നോമ്പ് വന്നിട്ട് ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കടലമാവ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ആൾക്കാരല്ലേ, അപ്പോൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കുഴപ്പം കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ മുകൾക്ക് അതോടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളെ പഴം, ഇപ്പോൾ മൈസൂർ പഴം, നേന്ത്രപ്പഴം, ഇങ്ങനെ പഴുത്ത പഴമാണ് കേട്ടോ. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉള്ളൂ. ഞാൻ നമ്മളെ പത്തിരിപ്പണി തുടങ്ങുകയാണ്. അപ്പോൾ ഇതാക്കൾ ഇത് കുഴച്ചിട്ട് കാണാം. അപ്പോൾ പൊടിയൊക്കെ നല്ലോണം കുഴച്ച് ഉരുളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് അമർത്തി ചുട്ടെടുക്കണം. അമർത്തിയാണ് കേട്ടോ. ഇനി ഒന്ന് പരത്തണം. ഇത് പരത്തേണ്ട ആവശ്യം വരില്ലല്ലേ. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇതിൻ്റെത് പരത്തണം കേട്ടോ. ചെറിയതാണ് എൻ്റെ മെഷീൻ, അത് കാരണം പരത്തൽ നിർബന്ധമാണ്. എൻ്റെ പെരീത്തൊന്നും പരത്തണം എന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പൊടി നമ്മൾ വാട്ടുമ്പോൾ കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഒരു തുള്ളി, മുപ്പത് പത്തിരിയാണ് കേട്ടോ ഞാനാകെ ഉണ്ടാക്കലുള്ളൂ. അതന്നെ ചിലപ്പോൾ ഒരു 5 6 ബാക്കി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ കറിക്ക് നാളികേരം ചിരണ്ടാണ് കേട്ടോ. നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ
വറുത്ത തേങ്ങയ്ക്ക് ഒരു ഇഞ്ചിൻ്റെ കഷ്ണം, പിന്നെ വെളുത്തുള്ളി 2 ഇല്ലി, പിന്നെ 2-3 ചെറിയ ഉള്ളി, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന്, കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ കറിക്ക് കുറച്ച് പിന്നെ ചതവ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഇടാൻ മറന്നും ചെയ്തു. അത് കാരണമാണ് ഞാൻ ഇതിലേക്ക് ഒരു ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ടത് കേട്ടോ. പിന്നെ ഇത് വറുത്തിട്ട് ചൂടാറിയിട്ട് നമുക്ക് അരച്ച് ഇട്ട് വേണം നമ്മളെ വെന്ത ചിക്കനിലേക്ക് ഇത് ഒഴിച്ചിട്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ട് തൂമിക്കുക. അത്രേ ഉള്ളൂ, കറി റെഡിയാണ്. പിന്നെ ഇനി ബാക്കിയുള്ള പണികളുള്ളൂ കേട്ടോ. നേരത്തെ തുടങ്ങി നേരത്തെ പണിയൊക്കെ കഴിയും, പക്ഷേ ഒരു മടിച്ചങ്ങനെ ഇരുന്നാൽ പിന്നെ പോയിട്ടോ. അപ്പോൾ വറവ് റെഡി ആയിക്കണം കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാക്കണ് നല്ലോണം അരഞ്ഞ് കിട്ടിയില്ല കേട്ടോ. നമുക്കിത് നമ്മളെ കുക്കറത്തെ കറിക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം തൂമിച്ചെടുക്കണം. 2 ദിവസത്തിനുള്ള കറിയാണ് കേട്ടോ. അങ്ങനെ ആക്കലിരുന്നാൽ പിന്നെ എന്താ നാളെ കറി വെക്കണ്ടല്ലോ. കുറച്ച് ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് മടി മാത്രമല്ല കേട്ടോ, സുഖം തന്നെയാണ്. 2 ദിവസത്തിനൊപ്പം നാളെയും കൂടി പത്തിരി ഉണ്ടാക്കിയാൽ പിന്നെ ഈ കറി റെഡിയാവും. പിന്നെ ഇവിടെ മോനക്കായാലും എനിക്കായാലും ഹസ്ബൻഡിനൊക്കെ ആയാലും നല്ലോണം കറി ആണ് കേട്ടോ പത്തിരിക്ക്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ പത്തിരി 2 ചുട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് ആ പത്തിരി നല്ലോണം പൊള്ളച്ച് വന്നേക്കണം കേട്ടോ. ഇങ്ങനെ പൊള്ളച്ച് വന്നാൽ എളുപ്പമുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ കറി ഇതാ തിളച്ച് കൊണ്ടേ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്കൊരു പ്രമോഷൻ വർക്കിന് പോയപ്പോൾ കിട്ടിയൊരു നോൺ സ്റ്റിക്കിൻ്റെ 4 ചട്ടി ഇട്ടി കേട്ടോ. മാഷാ അല്ലാഹ്, ഇന്നും അത് നല്ലൊരു ഉപകാരമാണ് കേട്ടോ. പിന്നെ ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. ഇനി നമ്മളെ കറി നമുക്കൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അരിഞ്ഞ് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തൂമിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണല്ലേ പത്തിരിക്ക് നാളേരം അരച്ച കറി. വറവിടാണ് കേട്ടോ കറിക്ക്. അപ്പോൾ നമുക്ക് പഴംപൊരി ചൂടാനും നോക്കാം കേട്ടോ. ഞാനിതൊന്ന് തോരൊക്കെ പൊളിച്ചിട്ട് 3 2 ഒക്കെ മതി. 3 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പുറത്ത് ചട്ടിയിൽ പഴംപൊരി ചൂടുന്നുണ്ട്, അപ്പുറത്ത് കവട ചൂടുന്നുണ്ട്. അപ്പം നോമ്പായിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തതാണ്. നമ്മൾ കാരക്കുണ്ട്, പിന്നെ കൊക്കവട ഉണ്ട്, ഇതാ പഴംപൊരി ഉണ്ട്, പിന്നെ ഇതാ വത്തക്ക, മുന്തിരി, പഴം, പിന്നെ ഇതാക്കണ പത്തിരി ചിക്കൻ കറിയാണ് കേട്ടോ. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ട്, വത്തക്ക ജ്യൂസുമാണ് ഉണ്ടാക്കിയത്, പിന്നെ നാരങ്ങ വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിക്കണേ. അപ്പോൾ ഇതാട്ടോ നമ്മൾ നാരങ്ങ വെള്ളം പിന്നെ വത്തക്ക ജ്യൂസുമാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. മുന്തിരി ഒന്നുമില്ല, പൈനാപ്പിൾ ഇല്ല, മുന്തിരി ഇല്ല. ഇതൊക്കെ മതി അൽഹംദുലില്ലാ അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബാങ്ക് കൊടുക്കേണ്ട. അസ്സലാമു അലൈക്കും.